നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പഠിക്കാത്ത ചില വിചിത്രമായ കാര്യങ്ങളുണ്ട്. ചരിത്രത്തിന്റെ താളുകളിൽ ഒളിഞ്ഞിരിക്കുന്ന രസകരമായ സത്യങ്ങൾ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പുരാതന റോമൻ സാമ്രാജ്യത്തിലെ ഒരുപക്ഷെ നിങ്ങളെ ഞെട്ടിച്ചേക്കാവുന്ന ഒരു ശീലത്തെക്കുറിച്ചാണ്. കേട്ട് പഴകിയതിനും അപ്പുറമുള്ള ഒരു ചരിത്ര സത്യം. സൂര്യൻ റോമിന്റെ കൊട്ടാരങ്ങൾക്കും പടുകൂറ്റൻ കെട്ടിടങ്ങൾക്കും മുകളിൽ ഉദിച്ചുയരുന്ന ഒരു പ്രഭാതത്തിൽ നഗരമുണർന്നു. തിരക്കേറിയ തെരുവുകളിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേകതരം രൂക്ഷഗന്ധം കാറ്റിൽ ഒഴുകി വരുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക് അറപ്പുളവാക്കുന്ന ഒന്നാണെങ്കിലും അക്കാലത്ത് റോമൻ ജനതയ്ക്ക് അതൊരു സാധാരണ ഗന്ധമായിരുന്നു. അതെ, അത് മൂത്രത്തിന്റെ മണമായിരുന്നു. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ പുരാതന റോമന്മാർക്ക് മൂത്രം വെറുമൊരു മാലിന്യമായിരുന്നില്ല. അവർക്കതൊരു വിലപ്പെട്ട ദ്രാവകമായിരുന്നു. അവർക്കത് സ്വർണം പോലെയായിരുന്നു. എന്താണെന്നല്ലേ? ഇതിന് പിന്നിൽ ഒരു ചെറിയ ശാസ്ത്രമുണ്ട്. മനുഷ്യന്റെ മൂത്രത്തിൽ സ്വാഭാവികമായി യൂറിയ എന്നൊരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. യൂറിയ വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ അത് അമോണിയയായി മാറുന്നു. ഈ അമോണിയയ്ക്ക് ശക്തമായ ശുചീകരണ ഗുണങ്ങളുണ്ട്. അത് കറകൾ നീക്കും, അണുക്കളെ നശിപ്പിക്കും, ചിലപ്പോൾ ദുർഗന്ധം പോലും മാറ്റും. സെർവിയസ് എന്നൊരു സാധാരണ റോമൻ പൗരൻ രാവിലെ ഉണർന്നയുടൻ തന്റെ വായ വൃത്തിയാക്കാൻ പോയത് ഇന്നത്തെ ടൂത്ത് പേസ്റ്റും ബ്രഷും എടുത്തായിരുന്നില്ല. പകരം ഒരു പാത്രത്തിൽ ശേഖരിച്ചുവെച്ച പുളിപ്പിച്ച മൂത്രമായിരുന്നു. മൂത്രം വായിലൊഴിച്ച് നന്നായി കവിൾ കൊള്ളുമ്പോൾ രൂക്ഷമായ ഗന്ധം വന്നിരുന്നിരിക്കണം. പക്ഷേ പല്ലുകൾക്ക് അത്ഭുതകരമായ വെളുപ്പും വായിൽ ശുദ്ധിയും ലഭിക്കുന്നുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. വായ കഴുകാൻ മാത്രമല്ല, മൂത്രത്തിന് മറ്റ് വലിയ ഉപയോഗങ്ങളുമുണ്ടായിരുന്നു. റോമൻ നഗരങ്ങളിലെ അലക്കുകടകളിൽ അഥവാ ഫുള്ളർമാരുടെ കടകളിൽ മൂത്രം ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. വലിയ പാത്രങ്ങളിൽ അവർ മൂത്രം ശേഖരിച്ച് പുളിപ്പിക്കാൻ വയ്ക്കും. ഈ പുളിപ്പിച്ച മൂത്രത്തിലേക്ക് അഴുക്കുപിടിച്ച വസ്ത്രങ്ങൾ താഴ്ത്തിവെച്ച് തൊഴിലാളികൾ അത് കാലുകൊണ്ട് ചവിട്ടിക്കഴുകും. അന്ന് സോപ്പോ മറ്റ് ഡിറ്റർജന്റുകളോ ഇല്ലാതിരുന്നതുകൊണ്ട് ഈ അമോണിയ വസ്ത്രങ്ങളിലെ കറകളെ നീക്കാനും തുണികൾക്ക് മൃദുത്വം നൽകാനും സഹായിച്ചു. ഈ അലക്കുകടകളിൽ നിന്നുള്ള രൂക്ഷഗന്ധം റോമിന്റെ തെരുവുകളിൽ ഒരു സാധാരണ കാര്യമായിരുന്നു. മൂത്രത്തിന്റെ ഈ വ്യാവസായിക പ്രാധാന്യം എത്രത്തോളമായിരുന്നുവെന്നോ? റോമൻ സാമ്രാജ്യത്തിൽ മൂത്രത്തിന് വലിയ സാമ്പത്തിക മൂല്യമുണ്ടായിരുന്നു. പൊതുമൂത്രപ്പുരകളിൽ നിന്ന് മൂത്രം ശേഖരിച്ച് വിറ്റിരുന്നു. ഒരു ഘട്ടത്തിൽ ചക്രവർത്തി വെസ്പാസിയൻ മൂത്രത്തിന് നികുതി പോലും ഏർപ്പെടുത്തി. നികുതിയെ എതിർത്ത മകനോട് അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായ വാചകം ഇതാണ്: പണം മണക്കുന്നില്ല, പെക്യൂനിയ നോണോലെറ്റ്. ഇത്തരം വിചിത്രമായ ശീലങ്ങൾ റോമന്മാർക്ക് മാത്രമല്ലായിരുന്നു. പുരാതന ഈജിപ്തുകാരും ചൈനക്കാരും സമാനമായ രീതികളിൽ മൂത്രം വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നതായി ചരിത്രം പറയുന്നു. ആധുനിക രസതന്ത്രവും ശുചിത്വമാർഗങ്ങളും ഇല്ലാതിരുന്ന അക്കാലത്ത് മൂത്രത്തിലെ സ്വാഭാവിക അമോണിയ അവർക്ക് ഒരു വലിയ കണ്ടെത്തലായിരുന്നു. അന്ന് അവർക്ക് ലഭ്യമായ ഏറ്റവും ഫലപ്രദമായ സാങ്കേതികവിദ്യ അതായിരുന്നു. ഇന്ന് നമുക്ക് ഈ ശീലങ്ങൾ അമ്പരപ്പിക്കുന്നതായി തോന്നാമെങ്കിലും പുരാതന റോമന്മാരുടെ ജീവിതത്തിലെ ഒരു സാധാരണവും ഫലപ്രദവുമായ ഭാഗമായിരുന്നു ഇത്. ചരിത്രത്തിലെ ഇത്തരം കൗതുകങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കുക.